Hello everyone. In this lecture I will be discussing about ones and twos complement arithmetic. That is arithmetic operations using ones and twos complement representations. So in the last lecture we have discussed about number systems and their representations, then their classification and conversion from one particular system to another system. Here we will be discussing about another form of representation of binary numbers, that is the complementary representation. Why we are going for complementary representation? Because if we are using arithmetic addition and subtraction in the case of binary, we have to create a separate circuitry for addition and then again separate circuitry for subtraction. But this can be eliminated, that is the subtraction circuit can be eliminated, and only with addition circuit we can implement both addition and subtraction if we are going for complement representation. That is, a subtraction of a number from another can be accomplished by adding the complement of the subtrahend to the minuend. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് അഡീഷൻ സർക്യൂട്ട് മാത്രം മതി. ഇതിൽ അഡീഷൻ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കുറയ്ക്കുന്ന നമ്പറിനെ കണക്കാക്കുന്നത്. എന്നിട്ട് ആ നെഗറ്റീവിനെ ഇവിടെ വൺസ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യും, ജസ്റ്റ് ആഡ് ചെയ്യും. സോ നമുക്കിവിടെ അഡീഷണൽ സർക്യൂട്ട് മാത്രം മതി. സോ ഓൺലി അഡീഷണൽ സർക്യൂട്ട് ഈസ് റിക്വയർഡ് ടു പെർഫോം സബ്ട്രാക്ഷൻ. അതായത് സബ്ട്രാക്ഷൻ സർക്യൂട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടത്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. So basically we are having two forms of representation, one's complement representation, then two's complement representation. First we will start with one's complement representation. എങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിനെ വൺസ് കോംപ്ലിമെന്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് ഏറ്റവും സിമ്പിൾ ആണ്. ഒബ്റ്റെയിൻ ബൈ കോംപ്ലിമെന്റിങ് ഓൾ ദ ഡിജിറ്റ്സ് ഇൻ ബൈനറി ഫോം. എല്ലാ ഡിജിറ്റ്സിനെയും ബൈനറിയിലെ റെപ്രസെന്റേഷനിലുള്ള എല്ലാ ഡിജിറ്റ്സിനെയും ജസ്റ്റ് കോംപ്ലിമെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ബൈ converting all zeros into ones and all ones into zeros. So 1 കാണുന്നിടത്തൊക്കെ 0 ആക്കുക, 0 കാണുന്നിടത്തൊക്കെ 1 ആക്കുക. വളരെ സിമ്പിൾ ആണ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്, കൺവേർട്ട് 1010.11 into its equivalent ones complement form. സോ ഇവിടെ ജസ്റ്റ് ചെയ്യുന്നത് എല്ലാറ്റിനെയും ഇൻവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. 1നെ ഇൻവേർട്ട് ചെയ്തു 0 ആയി, 0നെ ഇൻവേർട്ട് ചെയ്തു 1 ആയി, 1 0 ആയി, 0 1 ആയി, 0.11 ഉള്ളത് 00 ആയി. സോ ജസ്റ്റ് ഇൻവേർഷൻ മാത്രമേ വേണ്ടുള്ളൂ വൺസ് കോംപ്ലിമെന്റിന്റെ കേസിൽ. സോ അത് ശ്രദ്ധിക്കുക. അടുത്ത ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. ടൂസ് കോംപ്ലിമെന്റ് പല തരത്തിൽ നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നുള്ളൂ. സോ സ്റ്റാർട്ടിങ് ഫ്രം LSB. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് പോലെ അല്ല, LSBയിൽ നിന്ന് തുടങ്ങുക. അതായത് റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്ന് തുടങ്ങുക. എന്നിട്ട് അവിടുന്ന് കോപ്പി ഡൗൺ ഈച്ച് ബിറ്റ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് 1 bit എൻകൗണ്ടേർഡ് ആൻഡ് കോംപ്ലിമെന്റിങ് ദ റിമൈനിങ് ബിറ്റ്സ്. അതായത് എത്രയേ ഉള്ളൂ, ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് റൈറ്റ് മോസ്റ്റ് ബിറ്റിന്റെ അവിടുന്ന് എഴുതാൻ തുടങ്ങുക, കോപ്പി ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് 1 വരുന്നത് വരെ, എവിടെയാണോ ഫസ്റ്റ് 1 കാണുന്നത് അവിടെ വെച്ച് നിർത്തുക. അതുവരെ ജസ്റ്റ് കോപ്പി ചെയ്യുക. ഫ്രം റൈറ്റ് കോപ്പി ചെയ്ത് എഴുതി കൊണ്ടുവരിക, ഫസ്റ്റ് 1 വരുന്ന വരെ അതുവരെ കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 1 വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ഇൻവേർട്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. ഡയറക്റ്റ് കോംപ്ലിമെന്റ് അല്ല വൺസ് കോംപ്ലിമെന്റ് പോലെ. കോപ്പി ചെയ്യുക LSB തൊട്ടിട്ട്, റൈറ്റ് മോസ്റ്റ് ബിറ്റ് തൊട്ടിട്ട് ഫസ്റ്റത്തെ 1 വരുന്നത് വരെ. അതായത് ഫസ്റ്റത്തെ LSB തന്നെ 1 ആയിരുന്നെങ്കിൽ അവിടെ വെച്ചിട്ട് നിർത്തി ബാക്കിയുള്ളതിനെല്ലാം കോംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസിലാണെങ്കിൽ എവിടെയാണോ 1 വരുന്നത് അതുവരെ കോപ്പി ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇൻവേർട്ട് ചെയ്യുക. ജസ്റ്റ് എക്സാമ്പിൾസ് കാണിക്കാം. സോ ഫസ്റ്റ് കേസിൽ ഇവിടെ 1010.11 ആണ്. സോ ഇതിന്റെ LSB തന്നെ 1 ആണ്. സോ കോപ്പി ചെയ്യാനാകാൻ ഒരു 1 മാത്രമേ ഉള്ളൂ. കാരണം LSBയിൽ തന്നെ ഫസ്റ്റ് തന്നെ എന്ത് വന്നു, 1 വന്നു. ഇനി ബാക്കിയുള്ളതിനൊക്കെ ഇൻവേർട്ട് ചെയ്യുക. ഇത് 1നെ ഇൻവേർട്ട് ചെയ്താൽ 0 ആവും, 0നെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആവും, 1നെ ഇൻവേർട്ട് ചെയ്താൽ 0 ആവും, 0നെ ഇൻവേർട്ട് ചെയ്താൽ 1 ആവും, 1നെ ഇൻവേർട്ട് ചെയ്താൽ 0 ആവും. സോ അങ്ങനെയാണ് നമ്മൾ ടൂസ് കോംപ്ലിമെന്റ് കാണുന്നത്. LSBയിൽ നിന്ന് തുടങ്ങി ഫസ്റ്റ് 1 വരുന്ന വരെ കോപ്പി ചെയ്തു. ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ 1 ആയതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി ബാക്കിയുള്ള എല്ലാവരെയും കോംപ്ലിമെന്റ് ചെയ്തു. വേറെ എക്സാമ്പിൾ നോക്കാം. സോ ഈ കേസിലാണെങ്കിൽ 101 പിന്നെ 4 zeros ആണ്. സോ നമ്മളിവിടെ കോപ്പി ചെയ്യാൻ തുടങ്ങാൻ പറഞ്ഞാൽ ഇവിടുന്ന് LSBയിൽ നിന്ന് വേണം തുടങ്ങാൻ. സോ LSBയിൽ നിന്ന് തുടങ്ങി ഇത് കോപ്പിയും, അടുത്ത 0 കോപ്പി ചെയ്യണം, അടുത്ത് കോപ്പി ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് 1 വരുന്നില്ല. എന്നിട്ട് 1 വരുന്നത് 5th ബിറ്റ് ആയിട്ടാണ്. സോ ആദ്യത്തെ 4 കോപ്പി ചെയ്തു, 5th ബിറ്റായ 1ഉം കോപ്പി ചെയ്തു. ഇനിയുള്ള ബാക്കി 2 ബിറ്റ്സിനെ കോംപ്ലിമെന്റ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. സോ ഇതുവരെ കോപ്പി ചെയ്തു, കാരണം അവിടെയാണ് ഫസ്റ്റ് 1 വന്ന് ബാക്കിയുള്ളതിനെ കോംപ്ലിമെന്റ് ആവും. സോ 0നെ കോംപ്ലിമെന്റ് ചെയ്താൽ 1 കിട്ടും, 1നെ കോംപ്ലിമെന്റ് ചെയ്താൽ
0 കിട്ടും. ഓക്കെ, സോ അതാണ് 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. 1's കോംപ്ലിമെന്റിലാണെങ്കിൽ എല്ലാ ബിറ്റ്സിനെയും സിംപ്ലി കോംപ്ലിമെന്റ് ചെയ്യുക. 2's കോംപ്ലിമെന്റിലാണെങ്കിൽ റൈറ്റ് മോസ്റ്റ്, അതായത് LSB തൊട്ടിട്ട് കോപ്പി ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് 1 വരുന്നത് വരെ ഫസ്റ്റ് 1 വരെ കോപ്പി ചെയ്യുക. അതിനുശേഷമുള്ള ബാക്കി എല്ലാത്തിനെയും കോംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി റെപ്രസെന്റേഷൻ ഓഫ് സൈൻ നമ്പേഴ്സ് യൂസിങ് 1's or 2's കോംപ്ലിമെന്റ്. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇത് 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു നെഗറ്റീവ് നമ്പറിന്റെ കേസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. സോ ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഇറ്റ്സ് ട്രൂ ബൈനറി ഫോം ആൻഡ് എ സൈൻ ബിറ്റ് 0 ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ MSB. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു അഡീഷണൽ ബിറ്റ് നമ്മൾ എല്ലാറ്റിൻ്റെയും ഫ്രണ്ടിൽ MSBയുടെ ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. സൈൻ ബിറ്റ് എന്നാണ് പറയുക. രണ്ട് വാല്യൂസ് അതിന് എടുക്കാൻ പറ്റുള്ളൂ, ഐദർ 0 or 1. 0 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് എന്നുള്ള മീനിങ് ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്നുള്ള മീനിങ് ആണ്. സോ ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ നോർമൽ ബൈനറി റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നമുക്ക് അതിനെ ബൈനറിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് അത് വെറുതെ അതേപോലെ എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ 4 ആണെങ്കിൽ 4 നമുക്ക് അറിയാം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 1 0 0. സോ ജസ്റ്റ് അത് അതേപോലെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. അതിന്റെ ഫ്രണ്ടിൽ എന്തിട്ട് കൊടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. സോ 4 എന്ന് പറയുന്നത് എങ്ങനെ വരും, 0 1 0 0 എന്ന് കിട്ടും. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ജസ്റ്റ് ബൈനറി നമ്പർ ഫ്രണ്ടിൽ 0. ഇനി ഇഫ് ദ നമ്പർ ഈസ് നെഗറ്റീവ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഇറ്റ്സ് 1's or 2's കോംപ്ലിമെന്റ് ഫോം ആൻഡ് എ സൈൻ ബിറ്റ് 1 ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ MSB. സോ ഇപ്പോൾ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അതിപ്പോൾ ഏത് റെപ്രസെന്റേഷൻ ആണോ അത് അതിനനുസരിച്ച് 1's ആണെങ്കിൽ 1'ൽ റെപ്രസെന്റ് ചെയ്യുക, 2's ആണെങ്കിൽ 2'ൽ റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, സൈൻ ബിറ്റ് 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 4 എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. നോർമൽ 4 എന്ന് പറഞ്ഞാൽ 1 0 0 ആണ്. ഫ്രണ്ടിൽ എന്തിട്ട് കൊടുത്താൽ മതി, 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് റെപ്രസെന്റ് ചെയ്ത് -4 ആണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം 4 എന്താണെന്ന് അറിയണം. 4 എന്ന് പറഞ്ഞാൽ എന്താ, 1 0 0 ആണ്. ഇനിയിപ്പോൾ നമ്മൾ 1's കോംപ്ലിമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക, 4ന്റെ കോംപ്ലിമെന്റ്, അതായത് 1 0 0ന്റെ കോംപ്ലിമെന്റ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ത് വരും, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്താൽ മതി. 1's കോംപ്ലിമെന്റ് ആകുമ്പോൾ എന്താവും, 0 1 1 0 1. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ എന്തിട്ട് കൊടുക്കുക, ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പം എന്തായി മാറും, 1 0 1 1. അതാണ് നെഗറ്റീവ് റെപ്രസെന്റേഷൻ വരുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന്റെ അരിതമെറ്റിക് ഓപ്പറേഷൻസ് വരുമ്പോൾ. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ ഡിഫോൾട്ട് ബൈനറി റെപ്രസെന്റേഷൻ ഫ്രണ്ടിൽ 0 ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ആ ബൈനറി ആദ്യം കണ്ടിട്ട് അതിനെ 1's അല്ലെങ്കിൽ 2'ലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ എന്തിട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു അഡീഷണൽ ബിറ്റ് 1 അല്ലെങ്കിൽ 0 ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് സൈൻ കാണിക്കാൻ. 0 ആണെങ്കിൽ പോസിറ്റീവ്, 1 ആണെങ്കിൽ നെഗറ്റീവ്. 0 അതായത് പോസിറ്റീവ് ആണെങ്കിൽ ട്രൂ ബൈനറി, 1 അതായത് നെഗറ്റീവ് ആണെങ്കിൽ കോംപ്ലിമെന്റഡ് ഫോം. ഇത്രയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. സോ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ +51. സോ 51നെ ആദ്യം നമ്മൾ എന്ത് വെച്ചിട്ട് ഡബിൾ ഡാബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് കാൽക്കുലേറ്റർ ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 1 0 0 1 1. സോ ഇതിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. അതാണ് ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, പകരം 0 ഉപയോഗിക്കും പോസിറ്റീവ് ആണെങ്കിൽ, 1 ഇടും നെഗറ്റീവ് ആണെങ്കിൽ. ബാക്കി നമ്പർ റെപ്രസെന്റേഷൻ അതേപോലെ തന്നെ വെറുതെ ഇടുകയാണ് ചെയ്യുക. സോ 51ന്റെ 51ന്റെ റെപ്രസെന്റേഷൻ ആണ് 1 1 0 0 1 1 എന്ന് പറയുന്നത്. അത് തന്നെയാണ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് സെയിം ആയിരിക്കും ഏത് 1's ആയാലും 2's ആയാലും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0 ഫ്രണ്ടിൽ ഇടുക, സാധാരണ ബൈനറി റെപ്രസെന്റേഷനിൽ എഴുതുക എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിനെ സൈൻ മാഗ്നിറ്റ്യൂഡ് ആക്കുകയാണെങ്കിൽ, സൈൻ മാഗ്നിറ്റ്യൂഡ് ആണ് പണ്ട് ഉപയോഗിച്ചായിരുന്ന ഫോം, അതെല്ലാം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പണ്ട് ഉപയോഗിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഫ്രണ്ടിലത്തെ സൈൻ ബിറ്റ് 1 മാത്രമാക്കും, വേറെ അവിടെ മാറ്റൊന്നും വരുത്തില്ല. പക്ഷെ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കുന്നത്, 1's അല്ലെങ്കിൽ 2's കോംപ്ലിമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ സാധനം 1's കോംപ്ലിമെന്റ് ഫോമിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന്റെ ഈ കിട്ടിയിട്ടുള്ള നമ്മളുടെ കയ്യിലുള്ള 51ന്റെ ബൈനറി ഇക്വാലന്റിനെ കോംപ്ലിമെന്റ് ചെയ്യാം. സോ ജസ്റ്റ് അത് കോംപ്ലിമെന്റ് എഴുതുന്നു, 1 0 1 0 0 1 0 1 1 0 1 0. എന്നിട്ട് ഫ്രണ്ടിൽ എന്തിട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതെന്തായി, -51 ഇൻ 1's കോംപ്ലിമെന്റ് ഫോം. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ 2's കോംപ്ലിമെന്റിലാണ് ഓപ്പറേഷൻ എങ്കിൽ 2's കോംപ്ലിമെന്റ് കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് കോപ്പി ഡൗൺ ചെയ്യും അല്ലേ. ആദ്യം ബൈനറി കാണുക, എന്നിട്ട് കോപ്പി ഡൗൺ ചെയ്യുക, ഫസ്റ്റ് 1 വരണം. സോ സ്റ്റാർട്ടിങ്ങിലെ 1 ആയതുകൊണ്ട് അവിടെ വെച്ച് 1 നിർത്തി. ഇനി ബാക്കിലെ കോംപ്ലിമെന്റ് ചെയ്യാം, 0 1 1 0 0. ഫ്രണ്ടിൽ എന്തിട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. സോ അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇറ്റ്സ് ട്രൂ ബൈനറി ഫോം, MSBയുടെ ഫ്രണ്ടിലായിട്ട് 0 ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ബൈനറി കണ്ട് അതിന്റെ
എന്തെടുക്കുക, കോംപ്ലിമെൻ്റ് എടുക്കുക, ഫ്രണ്ടിൽ 1 എടുക്കുക, 1 ഇടുക, കോംപ്ലിമെൻ്റ് എടുക്കുക, ഫ്രണ്ടിൽ 1 ഇടുക. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ. സോ 2's കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് സബ്ട്രാക്ഷൻ ആണ് നടക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആഡ് ദ 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദ സബ്ട്രാഹൻഡ് ടു ദ മൈനുവൻറ്റ്. സോ നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് വേറെ ഒരെണ്ണം കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, 2's സബ്ട്രാഹൻഡ് ഏതാണോ കുറയ്ക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് മൈനുവൻറ്റിൽ കൂടെ ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ 46 - 56 എന്ന് പറയുകയാണെങ്കിൽ 46ൽ കൂടെ ആഡ് ചെയ്യുക, എന്ത്, -56 ആഡ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൂടെ സെപ്പറേറ്റ് സബ്ട്രാക്ഷൻ ഇല്ല, അഡീഷൻ ആണ്. സോ -56 അതിൽ കൂടെ ആഡ് ചെയ്യുക, അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇനി ഇഫ് ദർ ഈസ് എ ക്യാരി, ഇതാണ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇഫ് ദർ ഈസ് എ ക്യാരി ഔട്ട്, നമ്മളിപ്പോൾ ആഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, നമ്മളിപ്പോൾ 8 ബിറ്റിലാണ് ആഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് 8 അവസാനം ഒരു 9th ബിറ്റ് വരാം, ക്യാരി വരാം ഫൈനൽ MSBയുടെ അവിടെ നിന്ന്. അത് വന്നു കഴിഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റിലാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ, ക്യാരി ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് നോക്കുക, ലുക്ക് അറ്റ് ദ സൈൻ ബിറ്റ്. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള റിസൾട്ടിലെ ക്യാരി എല്ലാം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടുള്ള റിസൾട്ടിലെ 8 ബിറ്റ് അഡീഷൻ ആണെങ്കിൽ ആ 8 ഏറ്റവും ഫ്രണ്ടിലത്തെ ബിറ്റ് MSB നോക്കുക. അത് 0 ആണെങ്കിൽ നമ്മളുടെ സെയിം മീനിങ് തന്നെ മുന്നേ പറഞ്ഞ പോലെ 0 ആണെങ്കിൽ ദ റിസൾട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് ഈസ് ഇൻ ഇറ്റ്സ് ട്രൂ ബൈനറി ഫോം. സോ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് ആണ്, അത് ബൈനറി ഫോമിലാണ്. സോ ആ ബൈനറി നമ്പറിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വലന്റ് ഡെസിമൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സോ അത്രയേ ഉള്ളൂ. ഇനി ആ സൈൻ ബിറ്റ് MSB 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് വരുന്നത് ദ ആൻസർ ഓർ ദ സം ഈസ് ഇൻ നെഗറ്റീവ്, സം ഈസ് നെഗറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് 2's കോംപ്ലിമെൻ്ററി ഫോം. സോ നമുക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണ്, അതവിടെ എടുക്കുന്നത് 2's കോംപ്ലിമെൻ്ററി ഫോമിലാണ്. സോ നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ കിട്ടിയ ആൻസറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കണം. ഓക്കെ, ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. സോ ജസ്റ്റ് മൈനസ് ചെയ്യേണ്ടത് എന്താണോ അതിനെ നെഗറ്റീവ് റെപ്രസെൻറ്റേഷൻ 2's കോംപ്ലിമെൻറ്റ് വെച്ച് എഴുതുക, അതിനെ നമ്മൾ പോസ്റ്റ് നമ്പറിൽ കൂടെ അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനിൽ കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുക. ക്യാരി വല്ലതുണ്ടെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക. എന്നിട്ട് സൈൻ ബിറ്റ് നോക്കുക. സൈൻ ബിറ്റ് 0 ആണെങ്കിൽ ആൻസർ ഈസ് പോസിറ്റീവ് ആൻഡ് ഈസ് ഇൻ ഇറ്റ്സ് ട്രൂ ബൈനറി ഫോം. സോ ജസ്റ്റ് ആ ബൈനറിനെ കൺവേർട്ട് ചെയ്ത ആൻസർ കിട്ടും. ഇനി സൈൻ ബിറ്റ് 1 ആണെങ്കിൽ ആൻസർ ഈസ് നെഗറ്റീവ് ആൻഡ് ഈസ് ഇൻ ഇറ്റ്സ് 2's കോംപ്ലിമെൻ്ററി ഫോം. സോ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം അതിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുക്കണം, എന്നിട്ട് അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ വിത്ത് സം എക്സാമ്പിൾസ്. Okay, so we'll continue with the example. Let the question be like, subtract 75 from 26 using 8-bit 2's complement arithmetic. So I have to subtract 75 from 26. That is, I have to calculate 26 minus 75. So here I will be finding out the binary representation of 26, and as it is a positive number, I will be representing it in true binary with a 0 in front. And for minus 75, first I will find out its equivalent binary, then I will convert it into its 2's complement, and at the front I will add a 1. Then I will add 26 and minus 75 to find out the result. So before going into that, we have to remember that in binary addition, 0 plus 0 is a 0, 0 plus 1 gives a 1, 1 plus 0 gives a 1, and then 1 plus 1 gives a 1, 0. That is, you will represent it as 1 plus 1 as 0 with a carry 1.